ഹലോ. ഇപ്പോഴത്തെ വേനൽ ചൂടും വരൾച്ചയും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വീടിൻ്റെ ഉമ്മറത്തൊരു മിനി കാടുണ്ടായിരുന്നെങ്കിൽ എന്ന്. കാരണം പണ്ടുണ്ടായിരുന്ന നല്ല നല്ല മരങ്ങളൊക്കെ ഭൂമിയിലുള്ള വെള്ളവും ഈർപ്പവും ഒക്കെ എന്തോരം കെയർ ചെയ്തിരുന്നു എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അമ്മായി എന്തായെന്ന് വെച്ചാൽ വീടിൻ്റെ ഉമ്മറത്ത് കുറേ ഒട്ട് മാവുകളും ഒട്ട് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെന്താ പറയുക, ഞാൻ മറന്നുപോയി. എന്തായാലും ആ സാധനങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പെട്ട സപ്പോട്ട ഞാൻ നോക്കി പഴുത്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ അത് പഴുത്തിട്ടില്ല. പിന്നെ നേരെ എൻ്റെ കണ്ണപ്പുറത്തേക്കണ കുഞ്ഞൻ പോയിട്ടാണ്. കുഞ്ഞൻ നിറയെ തേങ്ങ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പാകമായിട്ടുണ്ടായില്ല. പക്ഷെ ഞാൻ അമ്മായിനോട് ചോദിച്ചു, അമ്മായി ഞാനിത് ഇന്നൊരെണ്ണം എടുത്തോട്ടെ. അമ്മായി പറഞ്ഞു, ഞങ്ങൾ ഇന്നും കൂടി വെട്ടി കുടിച്ചിട്ടുള്ളൂ, നിനക്ക് കുറച്ച് നേരത്തെ വരായിരുന്നില്ലേ. എന്നാലും ഞാൻ എൻ്റെ സമാധാനത്തിന് ഒരെണ്ണം പൊട്ടിച്ചുവിട്ടാൽ മൂത്തിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് വലിപ്പം കുറവായതായിരുന്നു സംഭവം. മൂത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. നല്ല സ്വീറ്റ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ പ്രൊഫഷണലായിട്ട് വെട്ടൊന്നും പഠിക്കാത്ത കാരണം എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇത് വെട്ടി തകർക്കാനുണ്ടായിരുന്നില്ല. എൻ്റെ ഇപ്പുറത്ത് വെട്ടിയ വെട്ട് അപ്പുറത്തേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല മധുരമുള്ള വെള്ളമായിരുന്നു കേട്ടോ. കരിക്കിന് പക്ഷെ ഒരു ചെറിയ തരിപ്പ് ഉണ്ടാവില്ലേ, ആ തരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല സ്വീറ്റ് ആയിരുന്നു. തരിപ്പും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ വെച്ചാൽ ഇതിലും ടേസ്റ്റ് ഉണ്ടായിരുന്നേനെ. പിന്നെ ഞാൻ അറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്താ കാര്യം, എൻ്റെ പൊട്ടത്തരങ്ങൾ ആരും കണ്ട് ഫോളോ ചെയ്യേണ്ട കേട്ടോ. എനിക്ക് മാത്രമുള്ള ഒരു പ്രത്യേക തരം സ്വഭാവങ്ങളാണ് അതൊക്കെ. പിന്നെ കരിക്ക് വെട്ടി കുടിച്ചു. അപ്പുറത്ത് കാവലിന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുടുംബത്തിൽ ഇങ്ങനത്തെ കുറേ കാവൽക്കാരുള്ള കാരണം നമുക്ക് കിട്ടുന്ന സാധനം വളരെ വിരളമായിട്ട് കിട്ടുള്ളൂ. അതൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. അപ്പോൾ കുഞ്ഞാൾ കുടിച്ചു നോക്കി. അപ്പോൾ എൻ്റെ കരിക്ക് ചെത്തലും നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തുണ്ടാവുന്ന സാധനങ്ങൾ, എൻ്റെ വീടിൻ്റെ അല്ല അമ്മയുടെ വീടിൻ്റെ ഉമ്മറത്തുണ്ടായിരുന്ന സാധനങ്ങൾ വെട്ടി കുടിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാമ്പും നല്ല ഫ്രഷ് ആൻഡ് എന്താ പറയുക, ഇളം കാമ്പായിരുന്നു. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കരിക്ക് വെട്ടലും പ്രഹസനവും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ പ്രഹസനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തോ. എനിക്ക് അങ്ങനത്തെ വിഷമങ്ങളൊന്നും ഇല്ല. എനിക്ക് യാതൊരു അഹങ്കാരമില്ല. അപ്പോൾ എല്ലാവരും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക.